അവന്റെ മാതാപിതാക്കളാണ് തെറ്റിലേക്ക് വിരൽ ചൂണ്ടുന്നതായ സർവ്വ മേഖലകളും ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാ മേഖലകളിലേക്കും വഴിതിരിച്ചു വിടുന്നത്, അത് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. അതിനെവിടുന്നേ തുടങ്ങണം? അതിന് നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം മുതലേ നീ ശ്രദ്ധിക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് നല്ല ദിവസം, നല്ല സമയം, നല്ല സന്ദർഭം വെള്ളിയാഴ്ച രാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയതാണ്. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പുള്ള പകലുള്ള സമയം, രാവിലെ അതിരാവിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടാൻ മനോഹരമായ സമയം, അത്താഴത്തിന്റെ സമയം, ഇടയത്താഴ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ടൈമാണ് ഇതൊക്കെ. ഇതൊക്കെ ശ്രദ്ധിക്കുക, സമയങ്ങൾ ശ്രദ്ധിക്കുക, നല്ല മാസങ്ങൾ ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കുറെ കാട്ടിക്കൂട്ടലല്ല വൈവാഹിക ജീവിതം. മക്കളാകുക എന്നുള്ളതല്ല ലക്ഷ്യം, ആ മക്കൾ സാലിഹാകുക എന്നുള്ളതാണ് മർമ്മപ്രധാനം. കാരണം മക്കൾ വലുതായിട്ട് ഉസ്താദെ അവൻ നമസ്കരിക്കുന്നില്ല, അവൻ നോമ്പ് പിടിക്കുന്നില്ല, അവൻ ദീനിന് വേണ്ടി സഹായിക്കുന്നില്ല, അവൻ എന്നെ നോക്കുന്നില്ല എന്ന് കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ, ജീവിത കാലഘട്ടത്തിൽ മക്കളോട് മാന്യമായ രീതിയിലുള്ളതാകുന്ന പെരുമാറ്റ ചട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ ജമഅ റജുലു മഅഇമറാതിഹി ഇംതവ ശൈത്വാനു ഇഹ്ലീലാ ഫയുജാമിഉ മഅഹു അഹ്ലഹു സദഖ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു വ്യക്തി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വലം യുസമ്മില്ലാഹ തആല, അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കൽ നിർബന്ധമാണ്. പടച്ച റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ടാകണേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി തുനിയേണ്ടത്. ബിസ്മി ചൊല്ലാതെ, അഊദു ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, പിശാച് പുരുഷന്റെ ജനനേന്ദ്രിയത്തിൽ ചുരുണ്ട് കടക്കുമേ, ചുരുണ്ട് കടക്കുമേ. ചുരുണ്ട് കടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ സമൂഹം അറിയണ്ടേ. ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ രണ്ടുപേരും ഓർമ്മിപ്പിക്കണം, ബിസ്മിയല്ലേ എന്ന് ഓർമ്മിപ്പിക്കണം. ഇതൊന്നും ഒരു ശ്രദ്ധയില്ല. എങ്ങനെയെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടങ്ങ് പോകുക, ഒരു രതി സുഖം, അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല എങ്കിൽ വലിയ വിഷയം ഉണ്ടാകും. മക്കള് സാലിഹാകണോ, തുടക്കം മുതലേ ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ സമൂഹം ശ്രദ്ധിച്ചാൽ രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇംതവ ശൈത്വാനു ഇഹ്ലീലാ, പിശാച് ജനനേന്ദ്രിയത്തിനുള്ളിൽ ചുരുണ്ട് കടക്കുമേ, ചുരുണ്ട് കടക്കുമേ. ഫയുജാമിഉ മഅഹു അഹ്ലഹു, ആ സഹോദരൻ അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പിശാചും കൂടെ ബന്ധപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസാണ്, ഒരാളും അവിശ്വസിക്കാൻ പാടില്ല. ചെറിയ കാര്യമല്ല. അപ്പം മകൻ പിഴച്ചു പോവാൻ പൈശാചികത ഉണ്ടാകുകയാണ്. വിത്തിറക്കി അതിന്റെ കളകൾ നമ്മൾ നീക്കം ചെയ്യും അല്ലേ? വിത്തിന്റെ കളകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി, ഉള്ള വിത്ത് മനോഹരമാകുന്നതിന് വേണ്ടി. ഇത് കളയിലേക്ക് കൊണ്ടുവന്ന് കള കളയാതിരിക്കുകയാണ്, അതിലേക്ക് കൊണ്ടുവന്ന് സൂചി കുത്തുകയാണ്. ഇവിടെ പിശാചിന്റെ കുത്താണ് ഇവിടെ നടക്കുന്നത്. പിശാച് വന്ന് ഇൻജക്ഷൻ ചെയ്യാൻ. ഫയുജാമിഉ മഅഹാ സഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ പൈശാചികത ആ കുട്ടിയിൽ ഉണ്ടാവുകയാണ്. ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിത്തീരുകയാണ്. എന്താ, പിശാചിന് ഭാര്യമാരില്ലേ? പിശാച് എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ പിഴപ്പിക്കാൻ നിൽക്കുന്നത്? ഭാര്യമാരുണ്ടല്ലോ. അതല്ലേ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുകയും നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഏതാണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ആൺ പിശാചുക്കളെ തൊട്ടും പെൺ പിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ.
ടോയ്ലറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുന്ന മനുഷ്യൻ തലമറയ്ക്കുന്നതായ സഹോദരൻ സഹോദരി ഇടതുഭാഗത്തിന്മേൽ ആസ്വദിച്ചുകൊണ്ട് വസ്ത്രം അല്പാൽപമായി മാറ്റിക്കൊണ്ട് ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നീ ചൊല്ലേണ്ടുന്നതായ പ്രാർത്ഥനയാണ് അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ. ഏത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. അപ്പൊ പെൺപിശാചുക്കളുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. വളരെ ശ്രദ്ധിക്കണേ, വേറെ ഒരു സ്ഥലത്തും പെൺപിശാചുക്കളെ തൊട്ട് കാവൽ തേടാൻ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ബാത്റൂമിലല്ലാതെ, ടോയ്ലറ്റിൽ കിടക്കുമ്പോഴല്ലാതെ. എന്തുകൊണ്ട്? ടോയ്ലറ്റിൽ വലിയ വിഷയമാണ്, ഒരുപാട് ആളുകൾ അവിടെ പെട്ടുപോകുന്നുണ്ട്. ഇപ്പം മൊബൈലുമായിട്ട് എല്ലാവരും അങ്ങോട്ട് കയറുന്നു. എത്തിക്കാഫിൻ്റെ നീയത്ത് അവിടെ ഇരുന്നുകൊണ്ട് റാഹത്തായിട്ട് ഇതെല്ലാം നോക്കുക, ഫേസ്ബുക്ക്, വാട്സാപ്പ്. രാവിലെ എഴുന്നേറ്റോണ്ട് മൊബൈലുമായിട്ട് അങ്ങോട്ട് പോവുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതലേറെ ഇരിക്കാം, പത്രവും കൂടി എടുത്തുകൊണ്ട് പോവാം, സൗകര്യമായി. പല്ലവിടെ ഇരുന്ന് തേക്കുക ഒരിക്കലും പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഔദുബില്ല, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ ധൃതിയാണ്, സമയമില്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് എല്ലാം കഴിയും, അപ്പിയിട്ട് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിയും. അതിനുവേണ്ടി ധൃതി കാണിക്കാൻ വളരെ ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആണ്. ഇതുവരെ ചെയ്യാത്തതാകുന്ന സഹോദരങ്ങളുണ്ടാകും, നിത്യമാക്കാത്തതായ ചെറുപ്പക്കാരുണ്ടാകും. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. കാരണം നീ എത്രയോ രോഗികളെ മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ കാണാൻ നിനക്ക് സാധിക്കും. നഊദു ബില്ലാഹ്, മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കാതെ തൂവിട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. വളരെ പ്രയാസം അനുഭവിക്കുകയാണ്, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ ആരോഗ്യ കാലഘട്ടത്തിൽ ടോയ്ലറ്റിനുള്ളിലേക്ക് പോകുമ്പോ സന്തോഷത്തോടുകൂടി പോകുന്ന സഹോദര, ഇടതുകാല് വെച്ചുകൊണ്ട് കയറണേ, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ചെരുപ്പ് ധരിക്കണേ, റസൂലുള്ള പഠിപ്പിച്ചതാണ്. തലമറയ്ക്കണേ, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഇടത് ഭാഗത്തിന്മേൽ ചെരിഞ്ഞിരിക്കണേ, റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാത്തതാകുന്ന സഹോദര, പിശാചുക്കളെ തൊട്ട് കാവൽ തേടണേ, റസൂലുള്ള പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഇത് പറയണം, നീ പറഞ്ഞേ പറ്റൂ. കാരണം മറ്റുള്ള രോഗികളാകുന്ന ആളുകളെക്കൊന്ന് കണ്ടെങ്കിൽ നീ ഉറക്കെ പറയും. ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, മലവും അല്പമൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെടുന്നവർ, ട്യൂബിട്ടുകൊണ്ട് മൂത്രസഞ്ചിയിൽ നിന്ന് ട്യൂബിട്ടിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടി വിഷമിക്കുന്ന ആളുകൾ. എത്ര ആളുകളുണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ഇതൊന്ന് പുറത്തിടാൻ വേണ്ടി. നമുക്ക് വളരെ സുഗമമായ രീതിയിൽ ചെന്നിരുന്നാൽ മതി, നീ ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങ് പോവാൻ പരിപൂർണമായ രീതിയിൽ. അപ്പോൾ നീ പറയേണ്ടതാണ്, ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും കാവൽ തേടുന്നു. അപ്പോൾ പിശാചുക്കൾക്ക് ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങളുണ്ട്. പിന്നെ എന്തിനാ അവരിങ്ങനെ ചെയ്യുന്നത്? വിത്തിലവർ വിഷം ഇറക്കുകയാണ്, വിഷം നിറയ്ക്കലാണ്. ഇവൻ യഥാർത്ഥമാകുന്ന മുസ്ലിമാകരുത്, ഇവൻ മുഅ്മിനെന്ന നാമധാരിയാകണം, ഇവൻ കാഫിറിന്റെ പ്രവർത്തനം നടത്തണം, ഇവൻ അവിശ്വാസത്തിന്റെ പ്രവർത്തനം നടത്തണം, ഇവൻ കള്ളു കുടിച്ചുകൊണ്ട് നടക്കണം, ഇവന്റെ മക്കളും വ്യഭിചരിച്ചുകൊണ്ട് നടക്കണം, ഇവൻ സിനിമ കണ്ടുകൊണ്ട് നടക്കണം, ഇവൻ സിനിമാ ലോകത്തേക്ക് വിഹരിക്കണം, ഇവൻ റിയാലിറ്റി ഷോകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളണം, ഇവൾ അന്യന്റെ കൂടെ ഒളിച്ചോടാനുള്ളവളാണ്. അതിനു വേണ്ടിയുള്ളതാകുന്ന പ്രവർത്തനം പിശാച് തുടക്കത്തിലേ നടത്തുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആണ് മനസ്സിലാക്കേണ്ടത്. അവിടെ തുടങ്ങണം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ഘട്ടം, പിന്നെ ഭാര്യ പാലിൽ കുങ്കുമപ്പം കലക്കിയിട്ട് കുടിക്കലല്ല വേണ്ടത്. ഗർഭസ്ഥ ശിശുവിന് കൊടുക്കേണ്ടത് തഖ്വയാണ്. ഖുർആൻ ഓതണം, കാരണം ശുദ്ധിയുള്ള കാലഘട്ടമാണത്. 9 മാസവും 10 ദിവസവും ശുദ്ധിയാണ് നിനക്ക്, പെണ്ണെ നിനക്ക് ശുദ്ധിയാണ്. അശുദ്ധി ഇല്ലാത്തൊരു സമയം തുടർച്ചയായി കിട്ടാൻ ഇതുപോലൊരു പെണ്ണിന് സന്തോഷിക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ല. ഇബാദത്തിൽ മൊഴിയിൻ, ഖുർആനോദിൻ, വിക്ർ ചൊല്ലിൻ, സ്വലാത്ത് ചൊല്ലിൻ, എത്രയോ ഖത്മുകൾ തീർക്കാൻ പറ്റും, എത്രയോ ഖത്മുകൾ തീർക്കാൻ പറ്റും. നീ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കുടുംബത്തിനു വേണ്ടി
മഹത്തക്കളുടെ കുടുംബത്തിന് വേണ്ടി, ബദരീങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ബദരീങ്ങൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് നീ നല്ലതുപോലെ ഒരു ഖത്മ് തീർക്കൻ. എൻ്റെ മക്കൾ സാലിഹാകണം, അവരെ പോലെ അസ്ഹാബുൽ ബദറിനെ പോലെ എൻ്റെ മക്കൾ സാലിഹാകണം. മുത്തുനബിയുടെ കുടുംബത്തെ പോലെ സാലിഹാകണം എൻ്റെ മക്കൾ. നല്ല നിയ്യത്തിൽ നീ യാസീനോദിൻ, ഖുർആനോദിൻ, ഖത്മ് തീർക്കൻ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലിൻ. ആ സമയത്ത് സിനിമയുടെയും സീരിയലിൻ്റെയും ലോകത്ത് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരിമാരൊക്കെ. എല്ലാവരും അതാണ്. ഇതിപ്പോ നിങ്ങൾ ഡോക്ടറെ അടുത്ത് വന്നു, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നു, ഗർഭിണിയാണ് ഭാര്യ, കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താ? മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ, മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. എന്താ മനസ്സ് വിഷമിപ്പിച്ചാൽ എന്താ? മനസ്സ് വിഷമിച്ചാൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവന്റെ ആരോഗ്യത്തിന് കേടാൻ. ആ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ. ഇവളെ അടിക്കോ ഇടിക്കോ തൊഴിക്കോ ഒന്നും ചെയ്യരുത്. ചില കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാരോട് പ്രത്യേകിച്ച് അത് മനസ്സിലായി തിരിയുന്നതാകുന്ന ഡോക്ടർമാർ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തും. ഇവളെ മനസ്സ് വിഷമിപ്പിക്കുന്നതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെയാണ് കാലികമാകുന്ന അറിവ്. വളരെ ശ്രദ്ധിക്കേണ്ട അറിവാണ് ഈ പറയുന്നത്, ചെറിയ കാര്യമല്ല. മക്കളെ സാലിഹാത്ത് എന്താ ഉസ്താദെ? തലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ട വെച്ചിട്ട് ഊതിയിട്ട് ഫൂ ഊതിയിട്ട് എന്തായാലും ചെയ്യേണ്ട കുറെ പരിപാടി ഉണ്ടായിരുന്നു. ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല, ചെയ്യാതെ നമ്മൾ കിടന്ന് വിലപിച്ചിട്ട് എന്താ കാര്യം? ഇവനെന്താ ഉസ്താദ് നന്നാകാത്ത? ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊണ്ട് ഓതാൻ വിട്ട്, അവിടെ വിട്ട് ഇവിടെ വിട്ട്, രക്ഷയില്ല. പാപ്പ ചെയ്യേണ്ട കുറെ പ്രവർത്തനം ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലെ ശ്രദ്ധിക്കാതെ പോയി. നിന്റെ വൈവാഹിക തലത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മ ഒരു സാധാരണ സ്ത്രീയല്ല. ഇസ്ലാം അവൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം ചെറുതല്ല. ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമ്മമാരെ ചെറുതാക്കിയല്ല കണ്ടത്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാമാണ്. അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പിന്നെ അവരോട് പുറത്തു പോകാൻ പാടില്ല, അന്യരുമായി സംവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കാനുള്ള കാരണം, സംവദിക്കുമ്പോൾ മറയിൽ നിന്നുകൊണ്ട് സംവദിക്കണം, സംഭാഷണം നടത്തണമെന്ന് പറയാൻ കാരണം അവരുടെ സുരക്ഷിതത്വമാണ്, വേറൊന്നുമല്ല. കാരണം ഇന്ന് നടക്കുന്ന വ്യഭിചാരങ്ങളും ഇന്ന് നടക്കുന്ന പ്രേമവിവാഹങ്ങളും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരിൻ്റെ അവസാന ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് ലോകത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരികയാണ്. നമ്മളിലുള്ളതാകുന്ന സഹോദരിമാർ 40 കഴിഞ്ഞ സഹോദരിമാരൊക്കെ ഒളിച്ചോടാൻ നിൽക്കാൻ, ഭർത്താവിനെ വഞ്ചിച്ചിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുക അന്യമതത്തിനോടൊപ്പം. നഊദുബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. പാശ്ചാത്യ രാജ്യങ്ങളല്ല, അവർ കുടുംബത്തോടൊപ്പം ഇസ്ലാം മതത്തിലേക്ക് വരികയാണ്. കാരണം ഇസ്ലാം സമ്പൂർണ്ണമാണ്, ആ ഇസ്ലാമിൽ പരിപൂർണ്ണ സുരക്ഷിതത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവരെ ബോധമുള്ളവരാക്കി, അവരുടെ അവബോധ മനസ്സിനെ തൊട്ടുണർത്തി അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ധാരാളം ആളുകൾ അങ്ങനെ കടന്നു വരുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഉമ്മ ശ്രദ്ധിക്കണേ, ഉമ്മ ശ്രദ്ധിക്കണേ. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. ഉമ്മ ആരാണ്? ഉമ്മാരാണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഉമ്മയാണ് കാര്യകർത്താവ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയാണ് ഭർത്താവിന്റെ വീട്ടിലെ കാര്യകർത്താവ്, അല്ലേ? അവളാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത്. എത്ര കാര്യങ്ങൾ ഭർത്താവ് കൊടുത്ത സമ്പത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. ഞാൻ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടന്നു വരും. അത് അനാവശ്യമായ രീതിയിൽ ചെലവഴിക്കാൻ പാടില്ല. ഭാര്യ ഹലാലായ മാർഗത്തിലേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഹറാമായ മാർഗത്തിലേക്ക് ഒരു നയാ പൈസ പോലും കൊടുക്കാൻ പാടില്ല. ഭർത്താവും കൊടുക്കരുത്, ഭാര്യയും അതുപോലെ തന്നെ സാലിഹത്തായിരിക്കണം. വളരെയേറെ സൂക്ഷ്മത വെച്ച് പുലർത്തുന്നവളായിരിക്കണം. മക്കളെ ശരിക്ക് ശ്രദ്ധിക്കണം. ഗർഭസ്ഥ ശിശു എന്തൊക്കെ കൊടുക്ക, എന്തൊക്കെ ഹൈറായ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതൊക്കെ നീ കഴിച്ചോ. നല്ല അനാർ വാങ്ങിച്ച് നീ കഴിക്ക്. കുട്ടി വെളുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവര് കുങ്കുമപ്പൂ അത് ഇട്ടിട്ട് പാലിൽ കലക്കി കുടിക്കുന്നു ചെയ്തു, അതിനൊന്നും തെറ്റില്ല. ഞാൻ ഒരിക്കലും അതൊന്നും തെറ്റായിട്ട് പറയല്ല, അതൊന്നും ഒരിക്കലും പ്രശ്നമല്ല. നല്ല നല്ല പോഷക ആഹാരങ്ങൾ കഴിക്കും. അണ്ടിപ്പരിപ്പ് കഴിക്കുന്നു, നല്ല ഉണക്കമുന്തിരി കഴിക്കുന്നു. കുട്ടി നല്ലതാകണം, നല്ല ആരോഗ്യമാണ്. ഡോക്ടർ പറയുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. വനിത മറ്റു മാഗസിനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഖുർആൻ പറഞ്ഞ വല്ലതും ഉണ്ടോ?
കുട്ടിക്ക് ആത്മീയമാകുന്ന ഒരു പോഷകം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കുട്ടിക്ക് ആത്മീയമായ ഒരു പോഷകാഹാരം ഉമ്മ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉമ്മയാണത് കൊടുക്കേണ്ടത്. കാരണം വാപ്പയുടെ കയ്യിൽ നിന്ന് പോയി ഉമ്മയുടെ ഉദരത്തിലാണുള്ളത്. 9 മാസം ഇനി അവിടെ രൂപപ്പെട്ടു വരിക. 4 മാസമാകുമ്പോഴേക്ക് അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവുതപ്പെടുന്നു. ശരീരത്തിൻ്റെ വളർച്ച പരിപൂർണമായി എത്തുന്നു. ഒരു കുട്ടിയുടെ രൂപഭാവത്തിലേക്ക് മാംസക്കട്ടയിൽ രക്തക്കട്ടയിൽ നിന്ന് മാംസക്കട്ടയായി, മാംസക്കട്ടയിൽ നിന്ന് മനുഷ്യ കോലത്തിലേക്ക് രൂപത്തിലേക്കും ഭാവത്തിലേക്കും 4 മാസമാകുമ്പോഴേ കുട്ടി രൂപപ്പെട്ടു വരുന്നു. അതിലേക്കാണ് ആത്മാവുതപ്പെടുന്നത്. 9 മാസമാകുമ്പോൾ എല്ലാം പൂർത്തിയായി. ആ കുട്ടി പുറത്തേക്ക് വരാൻ റെഡിയാകാൻ. കുട്ടി ഉള്ളിൽ നിന്നൊക്കെ കേൾക്കുക. ഉമ്മയുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് കുട്ടി വളരണം. ഒരു കണക്ഷൻ ഉണ്ടല്ലോ, പൊക്കിൾ കൂടി കണക്ഷൻ. ഉമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും കുട്ടിയെ അറിയും, കുട്ടിയെ സ്വാധീനിക്കുമെന്നാണ്. അതുകൊണ്ട് ഗർഭസ്ഥ ശിശു കുട്ടി ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ശരിക്കും ഖുർആൻ ഓതട്ടെ. അങ്ങനെ ഒന്ന് ഓതിയൊരു കുട്ടി അവൻ സാലിഹാക്കാത്തുണ്ടെങ്കിൽ പറയും, പറ ഞാൻ ഇത്രയും ഖുർആൻ ഓതിയിട്ട് അവൻ സാലിഹായില്ല, ഇവൻ വയറ്റിൽ കിടക്കുമ്പോൾ ഞാൻ ഇത്ര ഹത്തം തീർത്തിട്ടുണ്ടെന്ന് പറയുന്ന ഉമ്മമാരുണ്ടോ? ഞാൻ ഇത്ര ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എന്നിട്ട് ഇവൻ സാലിഹായില്ല, ഇവൻ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഇത്ര നന്മ ചെയ്തിട്ടുണ്ട്. 4 മാസം കഴിയുമ്പോൾ യാത്ര ചെയ്യാൻ പറ്റുമല്ലോ, അവനെയും കൊണ്ടൊരു യാത്ര പോകും. എവിടെയാ പോകേണ്ടത്? ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക്. പരിശുദ്ധമായ ഒരു ഉംറ നിർവഹിച്ച് റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ ദുആയിരക്ക് അല്ലാഹുവേ, സാമ്പത്തികമുള്ളവരുടെ കാര്യമായി പറയുന്നത്, അല്ല ടൂറ് പോവല്ല. ലുലുമാളെന്ന് കണ്ടേക്കാം, അമ്മച്ചി വയറും വെച്ചുകൊണ്ട് അവിടെ കിടന്ന് തുള്ളുക, അവിടെ കറങ്ങുക. തിരുവനന്തപുരത്ത് ഒരു ലുലുമാൾ വരുന്നുണ്ട്, അത് കാണണം. അതിനുവേണ്ടി അവിടെ ഇപ്പോഴേ പോയി ക്യൂ നിൽക്കുക. ഇതാണ് കളി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിലൊന്നും ഒരു അർത്ഥമില്ല. നമുക്ക് ആഖിറം ലക്ഷ്യമാക്കണം, ആഖിറം ലക്ഷ്യം വരണം. കാരണം ഈ കുട്ടി സാലിഹാകണം, അത് നമ്മുടെ മർമ്മപ്രധാനമാണ്. ഇല്ലെങ്കിൽ രക്ഷപ്പെടൂല. നമുക്കൊരു കുട്ടിയെ അള്ളാഹു നൽകി, ആ ഒരൊറ്റ കുട്ടി മതി രക്ഷപ്പെടാൻ. ഒരു കുട്ടി സാലിഹായിട്ടുണ്ടോ, നീ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്ക്, കുട്ടി ഉറപ്പായിട്ടും സാലിഹാകും. ഖുർആൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സ്വഹാബ, ഹാലും മുർതഹീലുമാണ് സ്വഹാബ. ഖീല വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ ഖതമ ഖത്മതാ ഇസ്തനഫ ഖത്മതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പൂർത്തീകരിച്ചിട്ട് വീണ്ടും തുടങ്ങി വെക്കലാണ് സ്വഹാബ. വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവർത്തനമാ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനെ കൊടുത്തതാകുന്ന പരിശുദ്ധമായ ഖുർആൻ, വിശ്വാസികളുടെ കാറ്റലോഗ് എന്ന പരിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയതായ പരിശുദ്ധമായ ഖുർആൻ കാഫിരീങ്ങളടക്കം ലോകത്തുള്ള സർവരോടും വെല്ലുവിളിച്ചില്ലയോ, ഈ പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതിന് തത്തുല്യമായി ഒരു സൂറത്തോ ഒരു ആയത്തോ നിങ്ങൾ കൊണ്ടുവരണേ. സാധിക്കില്ല. പരിശുദ്ധമായ ഖുർആനെ തത്തുല്യമായി ഇട്ടുന്നവരെ ഒരാൾ കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ ഫസാഹത്തും അതിന്റെ ബലാഗത്തും അത്രമേൽ വ്യാപ്തിയാണ്. ആ പരിശുദ്ധമായ ഖുർആനോദലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എൻ്റെ മകൻ സാലിഹാകണം, എൻ്റെ മകൻ ഹാഫിളാകണം, എൻ്റെ മകൻ ആലിമാകണം, പാരത്രിക ലോകത്ത് എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് വിജയിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, നീ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട മകനെ ഗർഭസ്ഥ ശിശുവായി പടച്ചറബ് നൽകിയപ്പോ ഖുർആൻ ഓതിക്കൊണ്ട് നീ മകനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിന്റേതാകുന്ന ഒരു കണക്ഷൻ, പൊക്കിൾ കുടി ബന്ധം നിന്റെ പ്രിയപ്പെട്ട കുട്ടിയിലേക്ക് അല്ലാഹു നൽകിയിരിക്കുകയല്ലയോ? നീ കഴിക്കുന്ന ഭക്ഷണം
ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കുട്ടിയിലേക്ക് എത്തുകയല്ലയോ? നീ ശ്വസിക്കുമ്പോൾ കുട്ടിയും അതിലൂടെ ശ്വസന പ്രക്രിയ നടത്തുകയല്ലയോ? നീ എന്തേ വിശുദ്ധ ഖുർആൻ നിന്റെ ശ്വാസോച്ഛ്വാസമാക്കാത്തത്? നീ ദിക്റെന്തേ, വിശുദ്ധമായ ദിക്റെന്തേ നിന്റെ ശ്വാസത്തിലൂടെ കടത്തിവിടാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ സലാത്ത് അധികരിപ്പിക്കാത്തത്, സുബ്ഹാനല്ലാഹ് അധികരിപ്പിക്കാത്തത്, അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു കുട്ടി സാലിഹാകണോ മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കൊണ്ട് മദ്രസയെ കൊണ്ട് വിട്ടു, എൻ്റെ പള്ളിയിലെ ഉസ്താദിനോട് പറയാം, ഉസ്താദേ ഒഴിച്ച ശരിയായില്ല ഏട്ടാ, അതിലെ അവനെ കണ്ടില്ല, അവനിങ്ങനെ കുരുത്തക്കേട് കാണിച്ചു. എന്താ കാണിക്കുക? ഇതിന് മുമ്പുള്ള കാര്യം ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, മകൻ റെഡിയാവും. ഇല്ലെങ്കിൽ പണി കൂടുതലുണ്ട്, നന്നാകത്തില്ല എന്നല്ല, പണി ഒരുപാട് പണിയെടുക്കേണ്ടി വരും. എന്താ ഉസ്താദേ? അത് പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ ഇപ്പോൾ പെട്ടിരിക്കുക ഉസ്താദേ. കാരണം ദേ ഇരിക്കുന്നുണ്ട് ഒരുത്തൻ, 25 വയസ്സായി, ദേ അടുത്തൊന്നും ഇരിപ്പുണ്ട്. ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? മക്കളായി, നമ്മളൊക്കെ ഇതിൽ നിന്ന് റിട്ടയർഡായി, എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന ഉസ്താദ് എന്ന് കരുതിയിട്ടിരിക്കുന്നവരുണ്ടാവും. ഇവരെങ്ങനെ നന്നാവും എന്ന് കരുതിയിരിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. അതിനുള്ള വഴി പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മർമ്മപ്രധാനമായി എൻ്റെ മകൻ ഉമർ ബിൻ ഖത്താബിനെ പോലെ ആയില്ലല്ലോ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ആയില്ലല്ലോ എന്ന് വിഷമിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. അവരോടാ പറയുന്നത്, ആ കോലത്തിലാകണമെങ്കിൽ പണി ഇച്ചിരി കൂടുതൽ എടുക്കണം. അത് തുടക്കത്തിലേ ശ്രദ്ധിക്കണമായിരുന്നു. എന്നാൽ ശരിയായേനെ. ഇനിയുള്ള യുവാക്കളുണ്ടാകുമല്ലോ, ചെറുപ്പക്കാരുണ്ടാകും, സഹോദരിമാരുണ്ടാകും. ഇനിയും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. എല്ലാം ഇതൊരു നിസ്സാര കാര്യമല്ല. നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. മനസ്സിലാക്കണം. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് പോലും ദീനിന്റെ ഭാഗമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ഇന്ന് വരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?